ബ്രഷ് ടൂൾ കൊണ്ട് ഡോട്ടഡ് ലൈനുകൾ വരയ്ക്കുന്നതിനായിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ആവശ്യമായിട്ടുള്ള ബ്രഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യമായ സൈസ് സ്വീകരിക്കുക. ശേഷം F5 പ്രസ് ചെയ്യുക. ബ്രഷിന്റെ പാലറ്റ് വരുന്നതിനാണ് F5 പ്രസ് ചെയ്യുന്നത്. ഇതിനുശേഷം ബ്രഷ് ടിപ്സ് എന്നുള്ള ബ്രഷ് ടിപ്പ് ഷേപ്സ് എന്നുള്ളതിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ താഴത്ത് കാണുന്ന സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം നമുക്ക് പ്രതലത്തിൽ വരയ്ക്കാവുന്നതാണ്. ഡോട്ടഡ് ലൈനുള്ള അത് ബ്രഷ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നതിന് ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് കീ പിടിച്ചുകൊണ്ട് മറ്റൊരിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് എന്താ പറയുക ഇത് ലഭിക്കുന്നതാണ്. ഇനി റൗണ്ട് ഷേപ്പിലാണ് ലൈൻ ലഭിക്കേണ്ടതെങ്കിൽ അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാത്ത് വരയ്ക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് പാത്ത് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. നമ്മൾ അവസാനം കൊടുത്ത ബ്രഷ് ടൂള് ഡോട്ടഡ് ലൈൻ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് റൗണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ സെലക്ഷൻ എലിപ്റ്റിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റൗണ്ട് വരച്ചതിന് ശേഷം പാത്ത് എന്ന ഇവിടെ പോയതിനു ശേഷം പാത്തിൽ നമ്മളിവിടെ ഇതിലെ അത് എന്താ പറയുക പാത്തായിട്ട് മേക്ക് കൺവേർട്ടഡ് ടു പാത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്താ പറയുക ഈ സെലക്ഷൻ ഫിൽ ടു പാത്ത് എന്നുള്ളത് കൊടുത്തതിന് ശേഷം സ്വീകരിക്കാവുന്നതാണ്. സ്ട്രോക്ക് പാത്ത് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക.